ഗ്രാഫിക് ഡിസൈൻ പുതിയ സംഭവമൊന്നുമല്ല, ആർക്കും അറിയാത്തതല്ല. മൊബൈലിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഓരോ സാധനങ്ങൾ വെട്ടിക്കൂട്ടുന്നവരായിരിക്കും നമ്മൾ പലരും. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് അഡ്വർടൈസിങ് ഡിസൈനിനെ കുറിച്ചാണ്. ഗ്രാഫിക് ഡിസൈൻ തന്നെയാണ്, പക്ഷേ സ്പെസിഫിക്കലി ഫോർ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി. തോട്ട് പ്രോസസ്സിലും വർക്ക് കൾച്ചറിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പഠനം കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഏജൻസിയിൽ ഇന്റേൺഷിപ്പിന് ശ്രമിക്കുക. വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഇതിനെ സമീപിക്കണം. ശമ്പളമൊന്നും ഇല്ലാത്ത പണിയല്ലേ എന്ന് കരുതിയിട്ട് ഉഴപ്പും അലംഭാവവും കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, അക്കാദമിക്കലായിട്ട് പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതാണ് കരിയറിൽ ഉപകാരപ്പെടുക. ഒരു ഏജൻസിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എത്ര ചെറിയ ഏജൻസി ആണെങ്കിലും അവിടെ ഒരു സീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മിനിമം 3000 രൂപ കോസ്റ്റ് ഉണ്ടാവും, അവർക്കൊരു മന്ത്ലി കോസ്റ്റ്. ഈ കോസ്റ്റ് എടുത്ത് സൗജന്യമായിട്ട് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നതിൽ അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് നല്ല മാൻ പവർ കിട്ടുക എന്നുള്ളതാണ്. അത് ഡിസൈൻ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരു അവസരം കൂടിയാണ്. യൂട്ടിലൈസ് ചെയ്യുക. വീണ്ടും കാണാം.